ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നറുക്കെടുപ്പാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൻ്റെ ഫൈനലൈസേഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്. പത്രക്കാരായ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ആസാം മോഡൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ആസാം മോഡൽ എന്ന് പറഞ്ഞാൽ 40% ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന ആസാമിൽ എങ്ങനെയാണോ ഭരണ രംഗത്ത് നിന്ന് ആസാമിലെ ന്യൂനപക്ഷങ്ങളെ മാറ്റിയിരുത്തിക്കുന്നത്, ഉത്തരേന്ത്യയിൽ യോഗി നടപ്പിലാക്കുന്ന ആ തിയറി, ആ പോളിസി കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പിണറായിയും BJPയും നടപ്പിലാക്കിയതിൻ്റെ തെളിവുകളാണ് തിരുവനന്തപുരത്ത് നടക്കം വരുന്നത്. തിരുവനന്തപുരത്തെ ചില ഡിവിഷനുകൾ ഇപ്പോൾ നമുക്കറിയാം. ഭീമാപ്പള്ളി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 6 വാർഡുകൾ ഉൾപ്പെടുന്ന ഡിവിഷനുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിലെ 5 വാർഡുകൾ വെട്ടി 17,600 വോട്ട് ഒരൊറ്റ വാർഡിൽ, ഒരു ഡിവിഷനിൽ. തൊട്ടടുത്ത പാങ്ങാപ്പാറ, മുമ്പ് 11,000 വോട്ടുണ്ടായിരുന്ന പാങ്ങാപ്പാറയിൽ 3,153 വോട്ടാക്കി ചുരുക്കി. അപ്പം 3,000 തൊട്ട് 4,000 വരെ പല ഡിവിഷനുകളുണ്ടാകുമ്പോൾ ന്യൂനപക്ഷ സമുദായം താമസിക്കുന്ന ഭീമാപ്പള്ളിയിൽ 17,223 വോട്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ മുഖദാർ എന്ന് പറയുന്നൊരു വാർഡുണ്ട്. അതിന് തൊട്ടുപ്പുറത്താണ് ചാലപ്പുറം. ഈ മുഖദാർ ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ വളരെ കൂടുതലാണ്. അവിടുത്തെ 2 വാർഡുകൾ വെട്ടിയിട്ട് 3 വാർഡ് വെട്ടിയിട്ട് സിംഗിൾ വാർഡാക്കി. അവിടെ 12,400 അവിടെ വോട്ട്. 8,000 വോട്ടുണ്ടായിരുന്ന ചാലപ്പുറത്ത് 4,002 വോട്ട്. ഇത് കോർപ്പറേഷനിൽ മാത്രമല്ല, മുനിസിപ്പൽ വാർഡുകളിലുണ്ട്, പഞ്ചായത്ത് വാർഡുകളിലുണ്ട്, വ്യാപകമായി. ഇപ്പോൾ പ്രവർത്തകർ അതിനെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് മെമ്പർമാർ ജയിച്ചു വരുന്ന ഡിവിഷനുകളിൽ, വാർഡുകളിൽ വ്യാപകമായി ആ വാർഡുകളെ 4ഉം 5ഉം വാർഡുകളെ ഒരുമിപ്പിച്ച് കൂട്ടി ഒരു ലോജിക്കുമില്ലാത്തൊരു, ഒരു വാർഡിൽ 17,000 വോട്ട്, തൊട്ടടുത്ത വാർഡിൽ 3,500 വോട്ട്. ഈ രീതിയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആസാമിലേക്കൊന്നും പോകണ്ട. എന്താണോ RSSും BJPയും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ മാറ്റി നിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വ്യായാമങ്ങൾ, ആ വ്യായാമങ്ങൾ അച്ചിട്ട പോലെ കേരളത്തിൽ നടപ്പിലാക്കിയാണ് ശ്രീ പിണറായി വിജയനും. പിണറായി വിജയൻ്റെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ പിണറായി ഗവൺമെൻറ്റിനെ 3ാമതും അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്നത് BJPയിലെ പ്രബലമായൊരു വിഭാഗമാണ്. ഞാൻ 11-12 മാസം മുമ്പ് പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ ഓരോ ഘട്ടങ്ങളിലും നടപ്പിലാക്കി ത്രിതല പഞ്ചായത്തിനെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വർഗീയമായിട്ട്, അതാണ് പറഞ്ഞത്, ഏറ്റവും മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. മനുഷ്യരെ ഇത്രമാത്രം ധാർമ്മികമായി, എന്താ പറയുക, സാമുദായികമായി, മതപരമായി, ജാതീയമായി വേർതിരിച്ചുകൊണ്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ഇത് വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ എത്തിക്കും എന്ന് അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി ഇന്ത്യക്ക് അഭിമാനമായ മതേതരത്വം, നമുക്ക് എന്താ പറയുക, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വീണ്ടും ഒരു അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും നടത്തുന്ന ഇത്തരത്തിലുള്ള കള്ളക്കളികൾ, ഈ വർഗീയമായ വിഭജനം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ഈ വർഗീയതയെ തടയാൻ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് അവസാനമായി ഈ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വർഗീയ വിഭജനം മാത്രം കണക്കാക്കിയ വാർഡ് വിഭജനം കൂടി അതിന് അടിവരയിടുകയാണ്.